എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് മുന്നേ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് നൗഷാക്ക് അതൊരു 2-3 കൊല്ലമായി കാണൂല്ലേ, അത്രയും കൊല്ലം മുമ്പായിരിക്കണം. അന്ന് ഞാൻ ഷൂട്ട് ചെയ്തൊരു വേഴാമ്പലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വേഴാമ്പൽ ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ട് വരുന്നൊരു വീഡിയോ ആണ്. വേഴാമ്പൽ പാമ്പിനെ തിന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നാം. പക്ഷേ വൈൽഡ് ലൈഫിൽ അല്ലെങ്കിൽ ഈ ബേർഡ് ഫോട്ടോഗ്രാഫി ബേസ്ഡായിട്ട് പോകുന്ന പലർക്കും അറിയാം അത് കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് മലബാർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന ഒരിനം പാമ്പിനെയാണ് അത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൊക്കുകൊണ്ട് ഈ പാമ്പിനെ ചതച്ചിട്ട് അതിൻ്റെ കുഞ്ഞിന് തീറ്റ പാകത്തിൽ ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കൂട്ടിൽ കൊണ്ടു കൊടുക്കുന്ന വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൂടിൻ്റെ മുഖം ഉണ്ടായിരുന്നത്. എങ്കിലും അത് ചതക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളതൊന്ന് കൊണ്ട് നോക്കുക. ഇതേമാതിരി തന്നെ 2 ആനക്കുട്ടന്മാർ, ചെറിയ 2 ആനക്കുട്ടികൾ. അപ്പോൾ അവർ അതിൻ്റെ ചെറിയ ആനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് ശരിക്കും പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടി മുതിർന്നൊരു ആനക്കുട്ടിയുണ്ട്. അതിൻ്റെ അത് ചോദിച്ച് വാങ്ങുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഷൂട്ട് ചെയ്യുന്ന കാലത്ത് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഹൈ സ്റ്റെബിലൈസേഷനുള്ളൊരു ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നത് 7500 അങ്ങനത്തെ ഒരു ക്രോപ്പ് ബോഡി ആയിരുന്നു. മാത്രമല്ല ഞാനന്ന് എൻ്റെ ട്രൈപോഡ് കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ക്യാമറ ഇതുപോലെ പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവും, ക്ഷമിക്കണം. എങ്കിലും വീഡിയോ നല്ലതാണെന്ന് എനിക്ക് തോന്നി. നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 കുട്ടി കുറുമ്പന്മാർ. ഇതിൽ ആ കൊച്ചു കുറുമ്പൻ അതിൻ്റെ കൊച്ചു തുമ്പികയും വെച്ചിട്ട് അധികം പുല്ല് അതിന് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. അന്നേരം അത് മറ്റാളെടുത്ത് പോയിട്ട് എന്തെങ്കിലും ചോദിക്കും. ചില സമയത്ത് അത് എന്തെങ്കിലും വായ്ക്കകത്ത് വെച്ച് കൊടുക്കും. അത് കൊടുക്കാതെ വരുമ്പോൾ കുട്ടിയാന പോയിട്ട് എന്തെങ്കിലും ഒരു കുറുമ്പൊപ്പിക്കും. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. ഇതിനുശേഷം ഞാൻ എൻ്റെ ക്യാമറ ഒക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ ഈ ഒരു ആക്ടിവിറ്റി ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവർ മാത്രമല്ല കേട്ടോ, അവിടെ ഒരു 10-13 ആന വേറെയും ഉണ്ടായിരുന്നു. പിന്നെ സമയം ഏറെക്കുറെ 6:30 അടുത്തു, ഇരുട്ട് വീണ് തുടങ്ങി. വേഴാമ്പൽ സാധാരണ കാട്ടിലുള്ള പല പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇത്തരം ജീവികളെ എടുത്തുകൊണ്ട് പറക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനോ അതിൻ്റെ ഒരു ചിത്രം പകർത്താനോ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനായി ട്രൈ ചെയ്യാണ്ടല്ല, കിട്ടാറില്ല. അപ്പോൾ അതിനുവേണ്ടി പലതവണ നെല്ലിയാമ്പതി പോയിട്ടുണ്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. ഒരു ദിവസം ഞാനൊരു 8 മണി തൊട്ടൊരു 3 മണി വരെ ഒരു കൂടിനരികെ എൻ്റെ ക്യാമറയുമായി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സാധാരണ അത്രയും സമയം എടുക്കാറുണ്ട്, അതിൽ കൂടുതലും എടുക്കാറുണ്ട്. എങ്കിലും നമുക്ക് വിചാരിച്ചൊരു ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ദിവസം നമുക്ക് അങ്ങനെ ഒരു ഫുട്ടേജ് പകർത്താൻ സാധിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
അപ്പോൾ അങ്ങനെ അന്നത്തെ എൻ്റെ ഷൂട്ട് അവസാനിപ്പിച്ച് ഹാപ്പിയായി വീട്ടിലോട്ട് മടങ്ങണം. അപ്പോൾ ഞാൻ ഏറെക്കുറെ കൈകാട്ടിലെത്തി. കൈകാട്ടിലെത്തിയപ്പോൾ നെല്ലിയാമ്പതിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, പുളിയമ്പാറ ഭാഗത്ത് ചില്ലി സാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ 4 മണി ആയിരിക്കണം. ഞാൻ തിരിച്ച് നേരെ പുളിയമ്പാറ പോയി. അവിടുന്ന് ചില്ലി സാറ് കണ്ട് കുറച്ച് വീഡിയോസ് എടുത്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.